കോട്ടയം കുഞ്ഞച്ചന്റെ വിഷയത്തിൽ സരിൻ ഞാനതിൽ CPM-ന്റെ ആത്മാർത്ഥതയെ അഭിനന്ദിക്കുകയേ ചെയ്യുള്ളൂ. ഞാനത് സഖാക്കളോട് അനൗപചാരികമായി പറഞ്ഞു. കാരണം ഞാൻ ചെയ്തതിലെ ശരികേടിനെയാണ് അവർ എക്സ്പോസ് ചെയ്തത്. അതിലൊരു ശരികേടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ സംഘടനാപരമായി ഞാൻ ചെയ്തത് ശരിയാണ്. അത് ഞാൻ ചെയ്തതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് അതിൽ ഞാൻ തന്നെ ചില വാക്പ്രയോഗങ്ങൾ നടത്തിയതൊക്കെ എന്താ പറയുക, അൺപാർലമെന്ററി ആണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് തന്നെയാണ്. ഇപ്പം ഞാനത് വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് തുറന്നു പറയുന്നതിലും യാതൊരു മടിയില്ലല്ലോ. അങ്ങേയറ്റം പോകാൻ ഞാൻ കുറച്ച് വൈകാരികമായി അത് ഒരു പൊതുപ്രവർത്തകന് യോജിച്ചതല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത് ഏറ്റവും എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ നടത്തിയ വികാര വിക്ഷോഭങ്ങളെക്കാൾ കൂടുതൽ സൗമ്യ വളരെ സട്ടിലായി പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഇനി എന്നെ പറഞ്ഞാൽ എന്നുള്ള ഒറ്റതിൽ സൗമ്യത പറയാതെ പറഞ്ഞു. അത് മനസ്സിലാക്കേണ്ടവർക്കൊക്കെ മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് സ്വയം ഒരു മേജർ പ്ലെയറാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് താഴേക്ക് വരണം. സൈബർ സഖാക്കൾ സരിന് നിരന്തരം വിടാതെ പിന്തുടരുന്ന ഒരു കാര്യം ഈ കോട്ടയം കുഞ്ഞച്ചൻ ഒരു കോണ്ടന്റ് വെച്ചിട്ട് ശരിക്കും ഒരു തുറന്നു പറച്ചിൽ പറ്റാൻ പറ്റും. എന്താണ് അതിൽ സംഭവിച്ചെന്നുള്ളത്? അല്ല, അതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ഒരു സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടതാണ്. ഒരു പ്രൊഫൈലിൽ ഉള്ള ഒരു കടന്നാക്രമണം നടത്തി എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ പേര്, അയാൾ ഇന്ന ആളാണ് എന്നുള്ളത് 2-3 പേരെ പരാമർശിച്ചുകൊണ്ട് കഥകൾ വരുന്നു പുറത്തേക്ക്. അറസ്റ്റ് ചെയ്യാൻ പലരെയും വിളിക്കുന്നു ആരാണെന്നാണ്. പിന്നെ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ ചെയ്തതിൻ്റെ സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ട് ചെയ്തതെന്നല്ല. ഇത് മനസ്സിലാക്കാനുള്ള ബോധം കൺവീനർ സ്ഥാനത്തിരിക്കണ എനിക്ക് ഉണ്ടായില്ലെങ്കിൽ ഞാൻ തികഞ്ഞ പരാജയമാണ്. ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ബുദ്ധിമോശം കൊണ്ട് ഒരു കാര്യം ചെയ്തു. ആ ബുദ്ധിമോശം എന്താണെന്ന് നിയമത്തിന്റെ മുന്നിൽ തെളിഞ്ഞു. നിയമത്തിന് മുന്നിൽ തെളിഞ്ഞ വസ്തുതകൾ അവിടെയുണ്ട്. നിയമത്തിന്റെ അതേ സാധ്യതകൾ ഉപയോഗിച്ച് ജാമ്യത്തിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ പാർട്ടിയിൽ ചുമതല ഏൽപ്പിക്കുന്ന ഒരാളാണ് ഡിജിറ്റൽ മീഡിയയുടെ കൺവീനർ. ആ ചുമതല നിർവഹിച്ചു. സ്വാഭാവികമായും എൻ്റെ ഏജന്റായി പിന്നീട് അത് വ്യാഖ്യാനിക്കപ്പെടും. ഞാൻ പറഞ്ഞു ചെയ്തു. കാരണം ജാമ്യത്തിൽ ഇറക്കുന്നത് ഈ പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള ഒരാൾ. NSS കോളേജിലെ പ്രശ്നം വന്ന സമയത്തൊക്കെ ഒരുപാട് പ്രൊഫൈലുകളിൽ ഉണ്ടായിരുന്ന ഒരു ടാഗ് ഇതായിരുന്നു, ഈ കോട്ടയം കുഞ്ഞച്ചന്റെ വിഷയത്തിൽ സരിൻ ഞാനതിൽ CPM-ന്റെ ആത്മാർത്ഥതയെ അഭിനന്ദിക്കുകയേ ചെയ്യുള്ളൂ. ഞാനത് സഖാക്കളോട് അനൗപചാരികമായി പറഞ്ഞു. കാരണം ഞാൻ ചെയ്തതിലെ ശരികേടിനെയാണ് അവർ എക്സ്പോസ് ചെയ്തത്. അതിലൊരു ശരികേടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ സംഘടനാപരമായി ഞാൻ ചെയ്തത് ശരിയാണ്. സംഘടനാപരമായി ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി, അതായത് ഒരു കൊലപാതക കേസിലെ പ്രതിക്ക് നീതി നിഷേധിക്കാൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു ക്ലോസ് ഒന്നുമില്ലല്ലോ. അയാൾക്കും റൈറ്റ് ടു ലീഗൽ റെമഡി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അയാൾക്കൊരു വക്കീലിനുള്ള അവകാശമുണ്ട്. അയാൾ ചെയ്ത കുറ്റത്തിനനുസരിച്ച് അയാൾക്ക് ശിക്ഷയും ഈ നിയമത്തിന് ഭാഗമായിട്ടുണ്ട്. ഇതൊക്കെ നടക്കേണ്ടത് തന്നെയാണ്. പക്ഷേ കുറ്റം ചെയ്ത ഒരാളെ കൈവിട്ട് കളയുക എന്നുള്ളതിനും അപ്പുറം അയാളുടെ കുറ്റം നമ്മൾ അറിഞ്ഞ് ചെയ്തത് പോലുമല്ല. അതിന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്ക് മനസ്സിലാകും. കൂടുതൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് നന്നായി അറിയാം. ഞാൻ സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാരൻ നീ ചെയ്തല്ലേ നീ അനുഭവിച്ചോ എന്നുള്ള ലൈനായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി അനുഭവിക്കേണ്ട ആളല്ല അയാളുടെ അബദ്ധത്തിൽ ചെയ്ത കാര്യത്തിൽ നിന്ന് അയാളെ നമുക്ക് പിന്തിരിപ്പിക്കാനും രക്ഷപ്പെടുത്തിക്കൊള്ളും എന്ന് തെറ്റിതിരുത്തിയ ഒരാളാണ് ഞാൻ. അതിന് ഞാൻ കേൾക്കേണ്ടി വന്ന പഴി ഞാൻ അർഹിക്കുന്നത് തന്നെയാണ് ഒരു പരിധി വരെ. ഒറ്റ സംഭവം കൂടി ആ ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്ത് കാര്യം ചോദിക്കണം. ഓരോ സംഭവം എടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടെ ഈ വീണ വിജയന്റെ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരം ആരോപണമായിരുന്നു. ശശിധരൻ കർത്തയുടെ അടുത്ത് നിന്ന് കൃത്യമായി മാസപ്പടി വാങ്ങി എന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സരിൻ പറയുകയാണെങ്കിൽ അത് ഒരു ദുരാരോപണം മാത്രമായിരുന്നു എന്നുള്ളത് അല്ല. ഞാനതിനെ ഇങ്ങനെ പറയുന്നുള്ളൂ. അന്ന് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭരണത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നമ്മുടെ ഉത്തരവാദിത്തം അതാണ്. ഭരണത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ഏത് ടൂളും അങ്ങേയറ്റം പ്രയോഗിക്കപ്പെടണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനറായിരുന്നു ഞാൻ. അത് നിർബന്ധ ബുദ്ധി തന്നെയായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. അത് ഞാൻ ചെയ്തതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് അതിൽ ഞാൻ തന്നെ ചില വാക്പ്രയോഗങ്ങൾ നടത്തിയതൊക്കെ എന്താ പറയുക, അൺപാർലമെന്ററി ആണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയുന്നതിലൂടെയാണ് അതിന് സ്വീകാര്യത ഉണ്ടാവുക എന്നുള്ള ഒരു പൊതുജനത്തിന്റെ മനഃശാസ്ത്രത്തെ അറ്റ്മോസ്ഫിയർ നിലനിൽക്കുന്നുണ്ട്. യെസ്, അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് അന്നും ചെയ്തത്. അത് ഞാൻ എന്നെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. തെറ്റായ പദപ്രയോഗങ്ങൾ പോലും എൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്നും. അത് തിരിച്ചറിഞ്ഞത് അന്നാണെങ്കിൽ അത് തിരുത്തിയില്ല, പിന്നീട് അത് ഉപയോഗിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്ത. പിന്നെ ഒറ്റ തവണ ഞാൻ അത് ചെയ്തുള്ളൂ. ആ പദപ്രയോഗത്തിൽ ഞാൻ വീണ്ടും ഫോഴ്സ്ഫുൾ ആയിട്ട് നിന്നതൊന്നുമില്ല.
പിന്നെ അത് ആവർത്തിച്ചില്ല. പക്ഷേ ഇപ്പം ഞാനത് വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് തുറന്നു പറയുന്നതിലും യാതൊരു മടിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭരണത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ഏറ്റവും ചെറിയ അവസരത്തെ പോലും ലഭ്യമായ സാഹചര്യത്തിനെ വെച്ചുകൊണ്ട് ആളുകളുടെ മുന്നിലേക്ക് ഒരു കൺഫ്യൂഷനെ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ ക്യാമ്പയിൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് അന്ന് വിലയിരുത്തിയതും എന്നിൽ ഏൽപ്പിക്കപ്പെട്ടതും ഞാൻ നിർവഹിച്ചതും. അത് അങ്ങനെ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നുണ്ടല്ലോ ഇപ്പോൾ. സ്വാഭാവികമായിട്ട് അതിൽ എന്തൊക്കെ അന്വേഷണങ്ങൾ വരുന്നു, അതിനെന്തൊക്കെയാണ് ഇനി അതിൻ്റെ ഔട്ട്കം. സ്വാഭാവികമായിട്ടും CPM അതിനെ കൃത്യമായി രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് വീണ വിജയൻ അവിടെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു പരാമർശ വിഷയമേ ആകെ പാടില്ലാത്തത് എന്നായിരുന്നു CPMൻ്റെ നറേഷൻ. അവിടെ ചെയ്ത വർക്കിനുള്ള കൂലി നൽകുന്നതിൻ്റെ സാഹചര്യങ്ങളെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നൽകുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നികുതി അടച്ചതുമായി ബന്ധപ്പെട്ടതും ആ നികുതി അത് എന്താ പറയുക GST ആവട്ടെ, ഇനി അതിൻ്റേതായിട്ടുള്ള ഇൻകം ടാക്സിന് എത്രയാണ് ഫയൽ ചെയ്തതെന്നാവട്ടെ, ഇതിനെയൊക്കെ പറ്റിയായിരുന്നു നമ്മൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെടുത്തത്. അതിനൊക്കെ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതിൽ അത് തിരിച്ചും ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതായത് ജനങ്ങളിലേക്ക് എത്തേണ്ടുന്ന വസ്തുതകൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് നമ്മുടേതായിട്ടുള്ള ലഭ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊന്നും കൺകോക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുത്തൊരു തെളിവ് ഉണ്ടാക്കി പറയുന്നില്ലല്ലോ. ഉള്ളതിനെ വിലയിരുത്താൻ അതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഈ ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിക്കരുത് എന്നൊരു ഒരു മാധ്യമ പ്രവർത്തകനോട് പത്രസമ്മേളനത്തിൽ അത് അല്പം വൈകാരികമായൊരു മൊമെന്റ് ആയിരുന്നു ഇത്. കോൺഗ്രസുമായി ഇടഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പത്രസമ്മേളനം തുടങ്ങുന്ന സമയത്ത് ഒരു മൂഡായിരുന്നില്ല. അവസാനമായപ്പോഴേക്ക് CPMലേക്ക് പോകുന്നൊരു അറ്റ്മോസ്ഫിയറിലേക്ക് എത്തി. CPM അങ്ങനെ ആയിട്ടാണോ കാണുന്നത്? അപ്പോൾ അതല്ല, അപ്പൊ ഈ സരിന്റെ ഒരു അതിവൈകാരികത സരിനെ ശരിക്കും ബാധിക്കുന്നുണ്ടോ എന്നുള്ളത്? അല്ല, അത് ആ എലക്ഷനിൽ മാത്രം സംഭവിക്കുന്ന, നമ്മൾ നിരന്തരം വേട്ടയാടപ്പെടുകയാണ്. അതായത് പരാമർശയോഗ്യമല്ലാത്ത വിഷയങ്ങളെ പോലും ജനങ്ങളുടെ മുന്നിൽ വെച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ എവിടെ പോയി? അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാരിറ്റിയുള്ള ഒരു കാര്യത്തിൻ്റെ അങ്ങേയറ്റം പോകാൻ ഞാൻ കുറച്ച് വൈകാരികമായി, അത് ഒരു പൊതുപ്രവർത്തകന് യോജിച്ചതല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാനത് പറഞ്ഞത്, പക്ഷെ അത് ഞാനത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ BJPയുമായിട്ടാണ് എന്നെ സമീകരിക്കാൻ ശ്രമിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. അതിനൊരു കാവ്യനീതി പോലെ സംഭവിച്ചത് എന്താ? ഇരട്ട വോട്ടുള്ള BJPയുടെ ജില്ലാ അധ്യക്ഷൻ വോട്ട് ചെയ്തില്ല, സരിൻ വോട്ട് ചെയ്തു. ഇത് ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് ഈ വൈകാരിക പ്രകടനം അല്ലാതെ വേറെന്താ ടൂൾ? ആ ചോദ്യകർത്താവ് ആവർത്തിച്ച് പറയുന്നത് BJPയും ചെയ്തത് ഇത് തന്നെയല്ലേ എന്നാണ്. ഞാൻ വോട്ട് മാറ്റിയതിനെ BJPയുടെ സംസ്ഥാന ജില്ലാ അധ്യക്ഷൻ വോട്ട് മാറ്റിയതുമായി അങ്ങ് തുലനം ചെയ്തതോടുകൂടി നമുക്ക് മാധ്യമ അജണ്ടകളെ, നമ്മൾ പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരനായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മാധ്യമ വേട്ട എന്ന് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് അനുഭവിക്കുകയാണ്. അവിടെ ഇരുന്ന് അനുഭവിക്കുകയാണ്. എന്നെ സംബന്ധിച്ചോളം അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിനെ അവിടെ നിന്ന് തന്നെ നിപ്പ് ചെയ്യണം എന്ന് എനിക്കൊരു വാശിയുണ്ടായി. അടിച്ചിരുത്തണം എന്നുള്ളൊരു വാശി എന്നിലും ഉണ്ടായി. അപ്പോൾ അതിനെ അപ്പുറത്തെ ആൾ പറയുന്നതിൻ്റെ ഖണ്ഡിക്കുക എന്നുള്ളതിൻ്റെ ഏത് എക്സ്റ്റെൻറ്റ് വരെ തിരിച്ചടിക്കുക. കാരണം എനിക്ക് അവിടെ വേറെയും ഒരു ഗ്രേസ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു മാധ്യമ പ്രവർത്തകനല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു മാധ്യമ ഹൗസിൽ നിന്ന് വന്ന 2 പേരല്ലാതെ ഒരാൾ പോലും അതിനെ സരിൻ ചെയ്ത് തെറ്റായി, സരിൻ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ, ആ ഉളുപ്പില്ലായ്മ എന്ന പ്രയോഗത്തെയും അവർ മാത്രമാണ് വീണ്ടും വീണ്ടും എടുത്ത് ശരിയാണ്, ഞാൻ പറയാൻ പാടില്ലാത്ത പ്രയോഗമാണ്. ഞാൻ ആ സിറ്റുവേഷൻ ഇതായിരുന്നു, ഉളുപ്പില്ലാത്ത ചോദ്യമായതുകൊണ്ട് അതങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറയുന്നുള്ളൂ. മറ്റൊരു കാര്യം, ഈ മീഡിയ വണ്ണിന് കൊടുത്ത വൈറ്റിലായിരുന്നു പറഞ്ഞിരുന്നത്, റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം റിസൾട്ട് വരികയാണെങ്കിൽ നേരെ പോകുന്നു ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിലേക്ക്, DCCയുടെ ഓഫീസിലേക്ക് ജയിക്കുകയാണെങ്കിൽ. അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ അപ്പോയിൻമെന്റ് 24-ാം തീയതി എടുക്കുന്നത്. അപ്പോൾ ഈ ട്രോളന്മാർക്കുള്ള മെറ്റീരിയൽ കൊടുക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങൾ കൊടുക്കുന്നതിന് പിന്നിൽ എനിക്കൊരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. വോട്ടെണ്ണലിൻ്റെ ആദ്യം 3 റൗണ്ട് വരെ ജയിക്കുമോ തോൽക്കോ എന്നറിയാതെ ഒരു 3-ാം സ്ഥാനത്തുള്ള മുന്നണി 1-ാം സ്ഥാനത്തുള്ള ഒരു മുന്നണിയെ പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്നത് എന്തൊക്കെയാണോ ക്യാമ്പയിൻ സമയത്ത് ചേരുവകളായി നൽകേണ്ടത് അത് കൃത്യമായി പറയാനുള്ള ഒരു ഉത്തരവാദിത്തം ക്യാമ്പയിനർ എന്നുള്ള രീതിയിൽ, സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്നിലുണ്ട്. അത് വാചക കസർത്ത് പോലെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ജയിക്കുവാണെങ്കിൽ ഞാനിതൊക്കെ ചെയ്യുമായിരുന്നു. എനിക്കതിലൊരു മടിയില്ല. കാരണം ഞാൻ ചെയ്യേണ്ടത് അതൊക്കെ തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞത് എന്താ, മുൻ MLAയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോകും എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊക്കെ കൊള്ളേണ്ടവരൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? എനിക്കതിലൊന്നും പറയാനില്ല പ്രത്യേകിച്ച്.
പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞ് ഞാൻ എന്താ, പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് ഒരു പബ്ലിക് ഓഫീസല്ലേ, വേണമെങ്കിൽ നാളെ ഞാനൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ച് നാളെ എനിക്ക് പോകാം. ഏതൊരു കേരളത്തിലെ ഒരു വോട്ടർക്കും കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവ് അതൊരു പബ്ലിക് ഓഫീസായിരിക്കുന്നിടത്തോളം കാലം അവിടേക്ക് ചെല്ലാം. ഞാൻ അതിനുള്ള കാരണങ്ങളും പറഞ്ഞിരുന്നു. ഞാൻ ചെല്ലുന്നതിന് ഉള്ള കാരണങ്ങൾ ഞാൻ ചെന്ന് കണ്ടു വന്നു കഴിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല. പക്ഷെ പറയാനുള്ള കണ്ടന്റ് ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കല്ലേ? അങ്ങനെയല്ല, അത് രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നല്ലേ ആളുകൾ വായിച്ചെടുത്തോളുമല്ലോ. ജയിച്ച ആളുകൾക്ക് മുന്നിൽ പോയി നമ്മൾ ഇനി എന്ത് തരം വസ്തുതകളും വാദങ്ങളും നിരത്തിയാലും ജയം ഞങ്ങൾക്കായിരുന്നു എന്നുള്ളതിന്റെ മുന്നിൽ അതിനെ അംഗീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനെപ്പറ്റി 2001 MBBS ചെയ്യുന്നത് കോഴിക്കോട് 2009 ബാച്ചാണ് ഞാൻ. 2009 ബാച്ചിൽ അതിന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് 2011 തിരുവനന്തപുരത്ത് ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ വരുന്നത്. പിന്നീട് കർണാടകയിലേക്ക് പോകുന്നു, 6.5 വർഷക്കാലത്തെ സർവീസ്. പിന്നീട് ഇപ്പം ഒരു 3.5 വർഷത്തിനിടക്ക് 2 പാർട്ടികളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. ഈ കരിയർ തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം സ്വിച്ചിങ് വരുന്നതിൽ പാളിപ്പോകുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എൻ്റെ വിലയിരുത്തലുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഞാൻ വിട്ടുകൊടുക്കുന്ന പല കാരണങ്ങളുണ്ട്. ആളുകൾക്ക് ഒരു ചട്ടക്കൂടുണ്ട്, ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് എന്ന് പറയും. കണ്ട് ശീലിച്ച ചില കീഴ്വഴക്കങ്ങളുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ എന്നെ സംബന്ധിച്ചോളം ആസ്വദിക്കുന്ന ഒരു കാര്യമാണെന്ന് കൂട്ടിക്കോളൂ. ഒരു ഡോക്ടർ ഇന്നതേ ചെയ്യാവൂ, ഒരു സിവിൽ സർവൻറ്റ് ഇന്നതേ ചെയ്യാവൂ, ഒരു കോൺഗ്രസ്സുകാരൻ ഇന്നതേ ചെയ്യാവൂ എന്നൊക്കെയാണ് നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിൽ ആ നിർബന്ധങ്ങളിൽ തളയ്ക്കപ്പെട്ടാലാണ് ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെയുള്ള കീഴ്വഴക്കങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്നത്. കീഴ്വഴക്കങ്ങൾക്ക് അടിപ്പെട്ടു പോകാതെ ഒരു മനുഷ്യനെ നിരന്തരം റെലവൻ്റാക്കി നിർത്തലാണ്. ഇത് കരിയർ സ്വിച്ചിങ് അല്ല. ഐ എം ട്രൈങ് ടു മേക്ക് മൈസെൽഫ് റെലവൻറ്റ്. എന്താണ് അതിനെ അങ്ങനെ കാണാൻ പറ്റാത്തത്? ഞാൻ ഒന്നിനെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ എല്ലാറ്റിനെയും അതിനെ എൻ്റെ കരുത്താക്കി മാറ്റി എന്നെ റീഇൻവെൻറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണെന്ന് ഞാൻ കാണുന്നത് കൊണ്ട് എനിക്ക് സാധ്യമാകുന്നതാണ്. ആ ഒരു സാധ്യതയെ ഞാനെങ്കിലും എന്നിൽ കാണണമല്ലോ. പിന്നെ അത് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. ജനങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, തള്ളിക്കളയാം. അതൊരു ഇലക്ട്രൽ മാത്രമായിട്ട് തള്ളിക്കളയപ്പെട്ടു 2 വട്ടം എന്നുള്ളതാണ് ഈ പരാജയം എന്നുകൊണ്ടുള്ള പരാമർശം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഇലക്ട്രൽ തോൽവിയുള്ള സരിൻ ഇടതുപക്ഷത്തിൻ്റെ മൂർച്ചയേറിയ ആയുധമാണ് എന്നും ശക്തനായൊരു വക്താവാകുമെന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിലയിരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് പരാജയപ്പെട്ടത്? എനിക്ക് എവിടെയാണ് പരാജയം? അബ്സല്യൂട്ട്ലി. നമ്മൾ പോസിബിലിറ്റീസിനെ തിരയേണ്ടവരാണ്. ആ പോസിബിലിറ്റീസ് തിരഞ്ഞ ശീലങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് കൊണ്ട് ഇത് മതി എന്ന് തീരുമാനിച്ചാൽ ഞാൻ അവിടെ സുല്ലിടും. എനിക്കത് പറ്റില്ല. അത് എനിക്ക് പറ്റാത്തത് കൊണ്ടല്ല, ഞാനത് ആ ഒരു എനർജി ഇപ്പോഴും ഉണ്ട്. ഇനി അത് എന്നാണ് കൈമോശം വരുന്നത് വെച്ചാൽ ഞാനും ഒരു മീഡിയോക്കറാവും. മീഡിയോക്രിറ്റീനെ വെറുക്കുന്ന ഒരാളാണ് ഞാൻ, അത് സത്യം പറയാലോ. മീഡിയോക്രിറ്റി കൊണ്ട് ഒരു സമൂഹത്തിനും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും മീഡിയോക്രിറ്റിയെ പൊളിച്ചെഴുതുന്നത് തന്നെയാണല്ലോ. എന്നാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മീഡിയോക്രിറ്റിയുടെ ഒപ്പം നിൽക്കലാണ്. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യാസത്തിനുള്ള ശ്രമമൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ബ്രാൻഡ് ഓഫ് പൊളിറ്റിക്സിൽ ആക്ടിവിസത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലെ ഇന്ത്യ കണ്ട കഴിഞ്ഞ 2 ഡെക്കേഡിലെ പോസ്റ്റ് 2000 ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം എന്ന് പറയാനുള്ളത് ഒരു മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ അതിനെ പക്ഷേ രണ്ടാമത് അവതരിപ്പിച്ചപ്പോൾ ആദ്യത്തെ അത്ര ഒരു സുഖം കിട്ടിയില്ല, പൊതുമനസ്സിലും ഉണ്ടായില്ല. അതിന് കാരണം എന്താ? അത് റിപ്ലിക്കാക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഓടി തീർക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി. 6000 കിലോമീറ്റർ ബസ്സിൽ നടന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തീർത്താൽ മതി, തീർത്തുകൊണ്ട് കാര്യമില്ല എന്നുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഉത്തരവും ജനം കൊടുത്തു. ഈ മൂർച്ചയേറിയ ആയുധം എന്നുള്ളതിൽ നിന്ന് ആഡ് ചെയ്ത് ചോദിക്കുന്നത്, അടിമുടി സഖാവായ ശേഷം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് വന്ന മാറ്റങ്ങൾ എന്താണ്? പൊതുപ്രവർത്തകരിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ 1-2 കാര്യങ്ങളുണ്ട്. സെൽഫ്ലെസ് ആണ് ഞാൻ മുൻപും. എനിക്ക് തോന്നുന്നു ഒരു പടി കൂടി സെൽഫ്ലെസ് ആയോ എന്നൊരു സംശയമുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ആകാൻ ഈ ന്യൂ ഏജ് പൊളിറ്റീഷ്യൻസിനെ നമ്മളാരും സെൽഫ്ലെസ് ആയി കാണാറില്ല. ഡെഫിനിഷനിൽ അവരവരുടെ കാര്യം നോക്കിക്കൊണ്ടാണ് സമൂഹത്തിന്റെ കാര്യം നോക്കുന്നത് എന്നുള്ളൊരു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു ഓൾഡ് സ്കൂളാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ സെൽഫ്ലെസ് ആകാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അത് എൻ്റെ തിരിച്ചറിവാണ് കേട്ടോ. ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ജനമാണ് വിലയിരുത്തേണ്ടത്. ഒരു പടി കൂടി സെൽഫ്ലെസ് ആകാൻ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യണമെന്ന് എന്നിലൊരു നിർബന്ധ ബുദ്ധി കടന്നുകൂടിയിട്ടുണ്ട്. ആ നിർബന്ധ ബുദ്ധിക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കോംപ്രമൈസ് ചെയ്യുന്നത് കുടുംബമാണ്. എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ. അവിടെയൊക്കെ എൻ്റെ ഒരു ലൈഫ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാര്യ, അവരൊരിക്കലും ഒരു പൊളിറ്റീഷ്യൻ്റെ ഭാര്യ ആവാൻ വേണ്ടിയല്ല എന്നെ പ്രണയിച്ചത്.
അവരെന്നെ വിവാഹം കഴിച്ചതും ഒരു പൊളിറ്റീഷ്യൻ്റെ ഭാര്യയാകും എന്നുള്ള ഞാനിങ്ങനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. പൊളിറ്റിക്സിലേക്ക് ഇറങ്ങും. അപ്പോഴും സൗമ്യ പ്രതീക്ഷിക്കുന്ന പൊളിറ്റിക്സ് സേഫ് സോൺ പൊളിറ്റിക്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനത്തെ പറ്റി സൗമ്യ വിലയിരുത്തിയിട്ടില്ല എന്ന് സൗമ്യ പിന്നീട് എന്നോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് എൻ്റെ ഫാമിലി ടൈമാണ്, എൻ്റെ ഫൺ ടൈമാണ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്കതിൽ തെല്ലും കുറ്റബോധമില്ല. അത് ഓൾഡ് സ്കൂൾ ആണെങ്കിൽ ഇതിനു വേണ്ടി ഇറങ്ങിയതാണ് എന്നുള്ളത് അത് നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട്. അത് പക്ഷേ ഞാനിപ്പോഴും സൗമ്യയോടും പറയുന്നതാണ്, കുറച്ചുകൂടിയൊക്കെ ടൈം കണ്ടെത്താൻ പറ്റുന്ന ഒരു പൊളിറ്റീഷ്യനായിട്ട് മാറാനുള്ള ശ്രമം. എനിക്കൊണ്ട് അത് പറ്റുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. സൗമ്യയുടെ കാര്യത്തിൽ സൗമ്യ ഈ സരിൻ്റെ നിലപാട് മാറ്റത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, എൻ്റെ പൊളിറ്റിക്സ് ഇതാണെന്ന് ഡീറ്റെയിൽ ആയി സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സരിൻ എടുക്കുന്ന തീരുമാനങ്ങൾ പൊളിറ്റിക്കലി അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ സൗമ്യയെ കൂടെ ബാധിക്കുന്നു എന്നുള്ളൊരു കൺസേൺ ഉണ്ടോ? ഞാൻ ആ കൺസേൺ വേണമെന്ന് സൗമ്യനോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് സൗമ്യയുടെ ഒരു പ്ലസ്. പക്ഷേ സൗമ്യ അത് ബാധിക്കുന്നു എന്നുള്ളതും അതൊരു റിയാലിറ്റി ആണ് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യുമെന്നും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ തീരുമാനങ്ങൾ സൗമ്യയെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് എടുക്കരുത് എന്നോ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി കൺസേൺഡ് ആവണമെന്നോ ഒരു വിഷയവും സൗമ്യക്കില്ല. പക്ഷേ അതിൻ്റെ ഈ പറയുന്ന പോലെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരാളാണ് സൗമ്യ എന്ന് ചിന്തയിൽ എവിടെയെങ്കിലും വേണം എന്നുള്ളത് ഒരേ സമയം എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾക്കുള്ള ഒരു അറിഞ്ഞോ അറിയാതോ സൗമ്യയുടെ മേത്ത് അത് പതിയുമായിരുന്നു. സോഷ്യൽ മീഡിയയിലാണ് സൗമ്യ കൂടുതൽ വിസിബിളായി നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ സൗമ്യനെ സരിൻ്റെ രാഷ്ട്രീയത്തിനോട് അടുപ്പിച്ച് നിർത്താൻ പണ്ട് ശ്രമിച്ചു വരുന്നവർ ഇന്നത് തള്ളി പറയുന്നു, ഇന്ന് പുതിയ ആളുകൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ സൗമ്യയ്ക്ക് അത് ഉണ്ടാക്കുന്നത് ചില്ലറയല്ലാത്ത കൺഫ്യൂഷനാണ്. സൗമ്യയെ സംബന്ധിച്ചിടത്തോളം സൗമ്യ എപ്പോഴും നോൺ പാർട്ടിസാൻ വ്യൂ ആണ്. കക്ഷി രാഷ്ട്രീയ അഭിപ്രായങ്ങളില്ല സൗമ്യയ്ക്ക്. നേരത്തെ നോൺ പാർട്ടിസാൻ വ്യൂ ആണ്. അത് ഞാൻ കോൺഗ്രസ് ആയിരുന്നപ്പോഴും അല്ലായിരുന്നപ്പോഴും അതെ. അതിനെ മെറിറ്റിൽ ജഡ്ജ് ചെയ്യണം എന്നുള്ളൊരു വാശിയുള്ള, എന്നാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിലപാടുകളുള്ള ഒരാളാണ് എന്നുള്ളതിൻ്റെ വ്യാഖ്യാനത്തിൽ കൃത്യമായി രാഷ്ട്രീയമുള്ള ഒരാളാണ്. പക്ഷേ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് മറ്റൊരാളുടെ രാഷ്ട്രീയത്തെ പറ്റിക്കൊണ്ട് പറയുന്ന കമൻറ്റുകളും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നതിനെ സൗമ്യയ്ക്ക് പേറേണ്ടി വരുന്നു എന്നുള്ളതുമാണ്. അതെനിക്ക് തോന്നുന്നു മലയാളിയുടെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ന്യൂ ഏജിലുള്ള ആളുകൾക്ക് ആ പ്രശ്നമില്ല, മിഡിൽ ഏജിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഈ റിസ്ക് വരുന്നത്. അവരാണത് പറയുന്നതും. ഇപ്പം ചെറുപ്പക്കാർക്ക് അതൊരു പ്രശ്നമല്ല, അവരതിനെ ഡിറ്റാച്ച്ഡായി കാണുന്നുണ്ട്. പക്ഷെ അതിനെ അറ്റാച്ച് ചെയ്ത് കാണാൻ മധ്യവയസ്സിൽ വരെ നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെയും കൂടി ഒരു പ്രശ്നമാണ്. പക്ഷേ ഒരു തലമുറ കേരളം കഴിയുമ്പോഴും ഈ ഒരു ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ വരും. എന്തിൻ്റെ കൂടെ അച്ഛൻ ചെയ്തതിന് മകന് കുറ്റം, മകൻ ചെയ്തതിന് അച്ഛൻ കുറ്റം, ഇങ്ങനെയാണല്ലോ നമ്മൾ ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ടെൻഡൻസിയുള്ള ഒരു മനുഷ്യനെ അയാളുടെ കുടുംബ പശ്ചാത്തലം വരെ പറയുന്ന ഒരാളുകളാണ് നമ്മൾ. അല്ല, ഇപ്പോൾ ഈ സൗമ്യയുടെ തന്നെ ഇപ്പോൾ വ്യാജ വോട്ടർ എന്ന ആരോപണം വരികയോ അതിൻ്റെ ഭാഗമായിട്ട് പത്രസമ്മേളനം വിളിക്കുകയും സൗമ്യ തന്നെ അവിടെ വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗമ്യയുടെ പ്രൊഫഷനുമായി ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലത്ത് ഇക്കാര്യം വിശദീകരിക്കാൻ വേണ്ടി രേഖകളുമായി ഒക്കെ വന്നിരിക്കുന്നത് നിർബന്ധമായിരുന്നു. അപ്പോൾ അത് വ്യക്തിപരമായി അതിലുണ്ടാക്കുന്ന ഒരു കൺസേൺ ഇല്ല, സൗമ്യ അത് വളരെ എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗമ്യ ആദ്യമായിട്ട് വളരെ കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർക്ക് ഒരു മറുപടി കൊടുത്തത് അവിടെയാണ്. അതെ അതെ, പറയുമ്പോൾ എന്നെ ഇനി പറഞ്ഞാൽ എന്നാണ് സൗമ്യ പറഞ്ഞ താക്കീത്. അത് ഏറ്റവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ നടത്തിയ വികാര വിക്ഷോഭങ്ങളെക്കാൾ കൂടുതൽ സൗമ്യ വളരെ സട്ടിലായി പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഇനി എന്നെ പറഞ്ഞാൽ എന്നുള്ള ഒറ്റതിൽ സൗമ്യ പറയാതെ പറഞ്ഞു. അത് മനസ്സിലാക്കേണ്ടവർക്കൊക്കെ മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധിയുടെയും ഭാരത് ജോഡോ യാത്രയെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ഈ ദേശീയ രാഷ്ട്രീയത്തിലെ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ CPM പെർസ്പെക്റ്റീവിൽ നിൽക്കുന്ന ഡോക്ടർ സരിൻ രാഹുൽ ഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനെ എങ്ങനെയാണ് കാണുന്നത്? ഇനി എനിക്ക് തോന്നുന്നു അത് വളരെ ബ്ലീക്കാണ്, അതാണ് വാക്ക്. ഇരുളടയാണ്. കാരണം മഹാരാഷ്ട്രയിലെ വിധി എങ്ങനെയാണ് കോൺഗ്രസിന് ഇനി തിരിച്ചു വരാനൊരു സ്പേസ് ഉണ്ടാക്കുക എന്ന് കോൺഗ്രസ്സാണ് വിലയിരുത്തേണ്ടത്, നമ്മളല്ല. അപ്പോൾ കോൺഗ്രസ് വിലയിരുത്തുമ്പോൾ പറയുന്നത് ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്. ഹരിയാനയിൽ കയ്യിൽ വന്ന വിജയത്തെ വേണ്ട എന്ന് കോൺഗ്രസ്സുകാർ തന്നെ തമ്മിലടിച്ച് കളഞ്ഞു. കേരളത്തിലും സംഭവിക്കും. പക്ഷേ കയ്യിൽ വിജയം വന്നു എന്ന് തോന്നൽ മാത്രമേ ഉള്ളൂ. വിജയം കയ്യിൽ വരാതെ തന്നെ അത് തമ്മിലടിച്ച് കളയുമായിരിക്കും. കാരണം നെഗറ്റീവ് വോട്ടുകളിലാണ് കോൺഗ്രസ് എന്നും, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ, പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. പോസിറ്റീവ് വോട്ട് എന്ന് പറയുന്ന ഒരു വോട്ടിനെ ഉണ്ടാക്കിയെടുക്കാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് BJPക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ വിചാരിക്കുന്നത് അവർ വോട്ട് ചെയ്യുന്നത് പോസിറ്റീവിനാണെന്നാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. BJP വോട്ടർമാർ ഇത്രയും സന്തോഷത്തോടു കൂടി BJPക്ക് വന്ന് വോട്ട് ചെയ്യുന്നത്
നാടിന് എന്തോ കോൺട്രിബ്യൂട്ട് ചെയ്യാണ് നമ്മൾ എന്നുള്ളൊരു ചിന്താഗതി ആ വോട്ടർമാർക്ക് സെല്ല് ചെയ്യാൻ BJPക്ക് സാധിക്കുന്നു. നാശം പിടിച്ച ഒരു രാജ്യത്തെ ഉണ്ടാക്കാൻ സ്വന്തം വോട്ട് കൊടുക്കുകയാണെന്ന് ഒരു BJP വോട്ടർ പോലും ചിന്തിക്കുന്നില്ല. അപ്പോൾ അത് വോട്ടറെ കൺവിൻസ് ചെയ്യാൻ പൊളിറ്റിക്സ് പറയുമ്പോൾ ഉള്ള പൊളിറ്റിക്സ് പറയുന്നതിലെ ക്ലാരിറ്റിയാണ് ഞാൻ പറയുന്നത്, പറയുന്ന പൊളിറ്റിക്സിലെ ക്ലാരിറ്റി അല്ല പറയുന്നതിലെ. അപ്പോൾ അത് കോൺഗ്രസിൽ ഒരു കാലത്തും ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇനിയില്ല. ഈ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാണ് ഇനിയും പൊളിറ്റിക്സ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്നുള്ളതിൻ്റെ പുറത്തുള്ള അമിതമായ പ്രതീക്ഷ അല്ലെങ്കിൽ അതൊരു ഭാരം കോൺഗ്രസിനെ ഇനി ഒരുപക്ഷെ നെടുകെ പിളർത്തിക്കളയാം. ഇനി അതിന് സ്വാഭാവികമായിട്ടും BJP അവിടെ പദ്ധതികൾ ഇടുന്നുണ്ടാകാം. കാരണം ഈ പരാജയത്തിൻ്റെ ഉത്തരവാദി ആരെന്ന് പാർട്ടിക്കകത്ത് അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതകൾ, അതിനു വേണ്ടുന്ന മുറവിളികൾ ഒക്കെ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പൊളിറ്റിക്സിന് പ്രാദേശിക പൊളിറ്റിക്സിൽ ഊന്നിയ തിരിച്ചുവരവല്ലാതെ ഒരു പാൻ ഇന്ത്യ തിരിച്ചുവരവിന് 2029 ലോക്സഭയിലേക്ക് ഉള്ള സാധ്യതയെ അതിനിടയിൽ നടക്കുന്ന പ്രാദേശിക ഇലക്ട്രൽ വിക്ടറികളിലൂടെ സീസ് ചെയ്യാൻ പറ്റണം, ആ അവസരങ്ങളെ വശത്താക്കാൻ പറ്റണം. അങ്ങനെ 5-8 സ്റ്റേറ്റുകളിൽ പ്രസൻസ് കാണിക്കാൻ പറ്റുന്ന പൊളിറ്റിക്സിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇല്ലെങ്കിൽ BJP പലതും പയറ്റും. ഇനി വേറൊരു സ്റ്റെപ്പും കൂടി കോൺഗ്രസിന് ചെയ്യാം. കോൺഗ്രസ് സ്വയം ഒരു മേജർ പ്ലെയറാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് താഴേക്ക് വരണം. ഞങ്ങൾ പറയുന്ന ഇപ്പം ഇന്ത്യ സഖ്യം ഞങ്ങളാണ് അതിൻ്റെ നെടുനായകത്വം എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് അതല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കോൺഗ്രസിന് വരാൻ സാധിച്ചാൽ മറ്റ് പാർട്ടികളിൽ ഒന്നാണ് കോൺഗ്രസ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് കോൺഗ്രസ് എത്ര തന്നെ അല്ല എന്ന് പറഞ്ഞാലും അതൊരു യാഥാർത്ഥ്യത്തിലേക്കായി മാറുകയാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ തെലുങ്ക് എല്ലാവിടെയും കോൺഗ്രസ് ഉണ്ട് കേട്ടോ, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിനെ ഒരു വോട്ടാക്കി മാറ്റാൻ പറ്റാത്തതും ഒരു മൊബിലൈസിങ് ഫോഴ്സ് ആവാൻ സ്വയം മാറാൻ പറ്റാത്തതുമൊക്കെ സംഘടനാ ദൗർബല്യങ്ങളാണ്. അത് പരിഹരിക്കാത്തിടത്തോളം കാലം മറ്റെല്ലാവരെയും പോലെയുള്ള ഒരു പ്ലെയറായിട്ട് മാറി സ്വയം ആ പൊസിഷനിലെടുത്ത്, കാരണം ഒരുപാട് അധികാരത്തിൽ ഇരുന്നപ്പോൾ കോൺഗ്രസ് ശ്രദ്ധിക്കാതെ പോയതിൻ്റെ ഒരു ഫലമായിരിക്കാം ഇതൊക്കെ. ഈ തുടരെ മത്സരിക്കുന്ന ഒരാളെന്ന ലേബൽ ഒഴിവാക്കണമെന്നാണ് ഈ ഫലം വന്ന ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അടുത്ത കാലത്തൊന്നും മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഞാനത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഞാൻ ആസ്വദിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ അത് ആസ്വദിക്കണം എന്ന് വെച്ചിട്ട് നിർബന്ധിത ആസ്വാദനത്തിലേക്ക് നമ്മളത് പോകരുതല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസുകൾ വേറെയും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ തിരഞ്ഞെടുപ്പിനെ പറ്റി നമ്മളല്ല ഇനി തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ഇതാ ഇപ്പോൾ പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് നമ്മളോട് സ്ഥാനാർത്ഥിയാവാൻ CPM പറയുമ്പോൾ എടുക്കേണ്ട യെസ് എന്നുള്ള ഉത്തരം പറച്ചിലാണ്. ഇനി അങ്ങനെ ഒരു കമ്പൽഷൻ നമ്മുടെ ഭാഗത്തില്ല. അത് ഞാൻ തന്നെ അങ്ങ് ഇറക്കി വെച്ചാൽ ഞാൻ എന്നെ തന്നെ പിന്നെ കമ്പൽ ചെയ്യാതിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അഴിച്ചു വെച്ചു. ഇനി അത് നമുക്ക് വളരെ സ്മൂത്തായിട്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ എൻഗേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക്. മറ്റേത് നമുക്കെപ്പോഴൊരു നമ്മൾ ഇലക്ഷന് മത്സരിക്കാനുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ നടപ്പിലും ഭാവത്തിലും പറച്ചിലും വരെ അത് സ്വാധീനിക്കുമെന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു തരത്തിലുള്ള ഏച്ചുകെട്ടലുകൾ നമുക്ക് ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരു ശത്രുപാളയമായിരുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സഖാവായി കയറി ചെല്ലുന്നു. ഒരു പാർട്ടി സ്വതന്ത്രനല്ല, പാർട്ടിയായി മാറി എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞ സരിനെ കുറിച്ച്. അപ്പോൾ ഒരു ഇടതുമായിട്ടുള്ള ഒരു തുടർ ജീവിതം ശരിക്കും എങ്ങനെയാണ്? നോക്കൂ, ഞാൻ പറഞ്ഞത് ഞാനവിടെ കയറി ചെല്ലുന്നു എന്നുള്ളതിനേക്കാൾ എന്നെ സ്വീകരിക്കാൻ അവിടെ തയ്യാറായി എന്നുള്ളതിനെയാണ് ഞാൻ വിലയിരുത്തുന്നത്. പാർട്ടി സെക്രട്ടറിനെ നേരിട്ട് വന്നത് അതല്ല, ആ വലുപ്പമല്ല ഞാൻ പറയുന്നത്, ആ ഓഫീസിൽ മൂഡ്. ഞാനാണല്ലോ അവിടെ കയറി ചെന്ന് ഓരോ മനുഷ്യരുടെയും മുഖം കാണുന്നത്, എന്തായിരുന്നു ഓരോരുത്തരുടെയും പ്രതികരണം എന്നുള്ളത്. ചില അവിടെയുള്ള ഒരുപാട് അവിടെ എല്ലാം കൃത്യം ആളുകളുണ്ട്. വേതന വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു കെട്ടിടമാണ് AKG സെൻറ്റർ. ഒരുപാട് കുടുംബങ്ങളുടെ അത്താണിയാണ്, രാഷ്ട്രീയമായ അത്താണി കൂടിയാണത്. അപ്പോൾ അവിടെയുള്ള അമ്മമാരുടെ പ്രായത്തിലുള്ളവരൊക്കെ എന്നെ വന്ന് കണ്ട് എന്നെ ഒരു മുൻപരിചയമില്ലല്ലോ അവർക്ക്. അവരെന്നോട് ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു പരുവപ്പെട്ട് വരുന്ന ആളുകൾക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. എന്നെ ആ ഓഫീസിൽ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ ആ ഓഫീസിൽ പോയി എന്നുള്ളതിനേക്കാൾ വലിയ കാര്യം. ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. കേരളത്തിൽ കൃത്യമായി മതനിരപേക്ഷ രാഷ്ട്രീയം പറയുന്ന ഒരാൾക്ക് കയറി ചെല്ലാവുന്ന ഒരേ ഒരു രാഷ്ട്രീയ ഓഫീസ് AKG സെൻ്ററാണ്. തർക്കങ്ങളില്ലാതെ ഞാനത് പറഞ്ഞു വയ്ക്കുന്നു. അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്.
ഇതൊരു സത്യമാണ്, ഞാൻ മനസ്സിലാക്കിയ വലിയ സത്യമാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരുപാട് മനുഷ്യർ ചേർന്ന് ശ്രമിച്ചാൽ അത് ജനങ്ങളിലേക്ക് അത് മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സരീനെ പൊതുരംഗത്ത് കൂടുതൽ സജീവമായി കാണാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.